ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഞാൻ ശാരിക, ഒരു ആങ്കറാണ്. ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. ഇത് പൂജ, മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ദെൻ റസീന, കോണ്ടന്റ് ക്രിയേറ്ററാണ്. ആൻഡ് ബിന്ദു ഹരേകൃഷ്ണ, ഒരു ബിസിനസ് സംരംഭകയാണ്. ഞങ്ങൾ 4 പേര് ഇന്ന് ഇവിടെ കുറച്ച് സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ വന്നിരുന്നത് മാധ്യമപ്രവർത്തകരെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു പ്രസ് ക്ലബിൽ വന്നിരുന്ന് ഇങ്ങനൊരു പ്രസ് മീറ്റ് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതുപോലെ ഈ കണ്ടന്റ് ക്രിയേഷൻ പ്രൊഫഷൻ നടത്തുന്ന ഒരാളാണ്. അതോടെ ഒരുപാട് ആൾക്കാർ ഇന്ന് യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നു മിക്കവരും ജേർണലിസ്റ്റുകളായിരിക്കും അല്ലെ, ഉറപ്പായിട്ടും ഇരിക്കുന്നത്. ഇപ്പൊ ജേർണലിസ്റ്റുകൾക്ക് അവരുടേതായ എത്തിക്സ് ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ജേർണലിസം പഠിച്ചിട്ടില്ല, പക്ഷെ ഞാനും കോണ്ടന്റ് ചെയ്യാറുണ്ട്. സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ ഒരിക്കലും ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുന്ന തരത്തിൽ കണ്ടന്റുകൾ മാധ്യമപ്രവർത്തകർ ഇടാറില്ല. അത് നിങ്ങളുടെ അഭിമുഖങ്ങളിലും അതിന്റെ ഒരു ക്ലാസ് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് ഡിജിറ്റൽ മീഡിയയുടെ ഒരു വിപ്ലവമാണ്. അതായത് ഏതൊരാൾക്കും മൈക്കും ഫോണും ഉണ്ടെങ്കിൽ ആരെയും എന്തും പറയാം എന്നൊരു സാഹചര്യമാണ് ഇന്ന് നിലകൊള്ളുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇരകളായി മാറുന്നുണ്ട്, പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളും. അപ്പൊ ആ ഒരു വിഷയത്തിൽ അത് നിങ്ങളെ, അതായത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളിലേക്ക് അത് എത്തുന്നില്ല, അത് നിങ്ങൾ അതിന് വേണ്ട വിധം ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് നിയമം അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല എന്ന് ഞങ്ങളുടെ അനുഭവം കൊണ്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രസ് മീറ്റ് ആരെയും വ്യക്തിപരമായിട്ട് അപകീർത്തിപ്പെടുത്താനോ വ്യക്തിഹത്യ ചെയ്യാനോ അല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊരു പ്രൊഫഷൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് ഒരു 80% ആൾക്കാർ മാന്യമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. അതിൽ അപവാദമായിട്ട് 20% കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ന്യൂസ് എന്ന് ഞാൻ പറയത്തില്ല, പൈസ മേടിച്ച് ന്യൂസ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയകൾ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് പേഴ്സണലി അറിയാം, പക്ഷെ അവിടെ പേരുകൾ ഞാൻ പറയത്തില്ല. പക്ഷേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് ആൾക്കാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരെ പേരുകൾ പറഞ്ഞ് അപമാനിക്കുന്നത് കൂടാതെ അവരുടെ ഫാമിലി, അവരുടെ വീട്ടിലെ അവരുടെ കുഞ്ഞു മക്കളെ, അവരുടെ ഹസ്ബൻഡുമാരെ, അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരെ, അമ്മമാരെ ഒക്കെ അതെനിക്ക് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ആ ഭാഷ തന്നെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന കുറച്ചധികം ഓൺലൈൻ മീഡിയാസ്, അതായത് വെർബൽ റേപ്പ് ചെയ്യുന്ന കുറച്ചധികം യൂട്യൂബേഴ്സ്, അവർക്കെതിരെ നിയമം കൊണ്ടുവരണം, അല്ലെങ്കിൽ നിയമം ഉണ്ടാവണം, അല്ലെങ്കിൽ നിയമം പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു ആശയത്തിന്റെ പേരിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ഇതെല്ലാം ഒന്ന് അറിയിക്കണം. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു അവബോധം സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങളുടെ ചാനൽസിലൂടെയും ഇത് നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് എനിക്ക് അത് ഞാൻ അതിന്റെ ഇരയാക്കപ്പെട്ട ഒരാളാണ്. എന്റെ പ്രായപൂർത്തിയാകാത്ത മകളെ ഉൾപ്പെടെ നമ്മൾ ഒരു തെറ്റും, എന്നെ അറിയാവുന്നവർക്ക് അറിയാം, നമ്മുടെ ചാനൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാറില്ല. കണ്ടന്റ് റിയാക്ട് ചെയ്യാറുണ്ട്, അഭിമുഖങ്ങൾ നടത്താറുണ്ട്, ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എന്നതല്ലാതെ നമ്മൾ ഒരാളെയും നമ്മുടെ ചാനൽ വെച്ചിട്ട് അവരുടെ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അവകാശമില്ല. എല്ലാവർക്കും കണ്ടന്റ് ചെയ്യാം, റിയാക്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും അവരുടെ കുഞ്ഞുങ്ങളെ പറയാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല. അവർക്ക് പറയാൻ, എനിക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാനവും അഭിമാനവും ഉണ്ട് ഇവിടെ ജീവിക്കാനും അന്തസ്സായിട്ട് കാര്യങ്ങൾ തിരിച്ചു പറയാനും. ചില ആൾക്കാർ, ചില വളരെ കുറച്ച് ആൾക്കാർ, ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, വളരെ കുറച്ച് യൂട്യൂബേഴ്സ് അവർക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുകയോ അവർ ചെയ്തൊരു തെറ്റിനെ നമ്മൾ കോണ്ടന്റ് ചെയ്യുകയോ ചെയ്താൽ അത് കുഞ്ഞുങ്ങളെ പറയുക, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ വ്യഭിചാരത്തിന് ഉപയോഗിക്കുന്നു, ഒരമ്മ എന്ന നിലയിൽ അതാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക, സ്ത്രീകള് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇരിക്കുന്നതെന്ന് പറയുക. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർക്കെതിരെ ഒരുപാട് സൈബർ പരാതികൾ കൊടുത്തിട്ടും അവർ പിന്നീടും അത് തുടരുക. കോടതികളിൽ നിന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചാലോ അവരൊരിക്കലും പുറത്തേക്ക് വരത്തില്ല. അല്ലെങ്കിൽ അവർ അതിന് പകരം ആ ഒരു സംഭവം അറിഞ്ഞു വെച്ച് അതിനെ വെച്ച് വേറെ കഥകൾ ഉണ്ടാക്കുക. ഇപ്പൊ പറഞ്ഞാലും 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാം, ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാം എന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞാലും ഇവിടെ നിയമങ്ങളില്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഈ പറഞ്ഞ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല അവർ പറയുന്നത്, ഒരുപാട് ബിസിനസ് സംരംഭകരെയും ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും, ഒരാളുടെ പേര് ഞാൻ പറയുവാണെങ്കിൽ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്, ഷഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തിയും അതോടൊപ്പം അവർക്കൊപ്പമുള്ള കുറച്ചധികം യൂട്യൂബേഴ്സും. അതായത് ഇവർക്കെതിരെ ഇതുവരെ നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അവര് മാന്യമായിട്ട് ജോലി ചെയ്തോട്ടെ, നമുക്കത് പ്രശ്നമല്ല, അവർ യൂട്യൂബിൽ കണ്ടന്റുകൾ ചെയ്തോട്ടെ. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ മാന്യത ഇല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ച് അവരുടെ കുഞ്ഞു മക്കളെ വെച്ച് പറയുക,
എന്നിട്ട് അത് പിന്നെയും മാന്യമായി പിന്നെയും അത് തുടരുക. എത്ര കാലങ്ങളായി ഇത് തുടരുന്നു. ഇതിനൊരു അവസാനമില്ല. ഇത് നിങ്ങൾ മാധ്യമങ്ങളെ, സാറ്റലൈറ്റ് മീഡിയകളോ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോ ഇതിനെതിരെ പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇത് വന്ന് ഇവിടെ വന്നൊരു പ്രസ് മീറ്റ് നടത്തേണ്ട ഒരു സ്ഥിതി വന്നത്. ഞാൻ കൂടുതൽ ഒരു 32ഓളം ചാനലുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട്. അത് സെലിബ്രിറ്റികളെന്നില്ല, ബിസിനസ് സംരംഭകരെന്നില്ല, നടികളെന്നോ നടന്മാരെന്നോ ഇല്ല. അങ്ങ് പറയുക, ഇവിടെ നിയമങ്ങളില്ലേ, നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇപ്പൊ എന്റെ മോളെ പറയുമ്പോൾ അവള് കാണുന്ന അവളുടെ അമ്മ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ അവരൊരു ആങ്കർ ആണ്. അവരെ പറയുമ്പോൾ എന്റെ മോൾ, അവൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ, അവളത് പിന്നീട് അവളുടെ പഠനാവശ്യങ്ങൾക്ക് അവളെ ചാനലിൽ നിന്ന് കാണുമ്പോൾ അവളെ കുറിച്ച് കേൾക്കുന്നത്, ഇതെല്ലാം ഡിജിറ്റൽ തെളിവ് നമ്മുടെ ഉണ്ട്. അവൾ എന്താണ്, അവളുടെ അമ്മ ഇങ്ങനെ നടക്കുന്നതാണ്. ഓരോ കുഞ്ഞു മക്കളും ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോരുത്തരും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അമ്മമാരാണ്, സഹോദരികളാണ്, ഭാര്യമാരാണ്. പുരുഷന്മാരും ഉണ്ടോ ഇതിൽ, ഞാൻ സ്ത്രീകളെ മാത്രം പറയത്തില്ല. ഇത് അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. എനിക്കറിയാവുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിനകത്ത്. സ്ത്രീകളും പുരുഷ യൂട്യൂബേഴ്സ് ഉണ്ട്, മെയിൽസും ഉണ്ട്. അവരുടെ ഭാര്യമാരെ വെച്ച് പറയുക, അച്ഛന്മാരെ വെച്ച്, മക്കളെ വെച്ച് പറയുക. ആത്മഹത്യയുടെ വക്കോളം ചെന്ന ആൾക്കാരുണ്ട്. ഇരിക്കുന്ന ബിന്ദു ഹരകൃഷ്ണ എന്ന് പറഞ്ഞ സ്ത്രീ മരണത്തിന്റെ വക്കുവരെ എത്തിയവരാണ്. ഇവർക്കെതിരെ ഗൾഫിൽ നിന്ന് സ്ത്രീകൾ എഫ്ഐആർ ഇടാനും സൈബർ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പക്ഷേ നടപടികൾ ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് ഇതിൽ നിയമമില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് മരിക്കാൻ പോയ സ്ത്രീകളുണ്ട്, 16ഉം 13ഉം വയസ്സുള്ള. ഇവര് ഇങ്ങനെ ഡിഫമേഷൻ ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്തതിന്റെ പേരിൽ മരണത്തിന്റെ വക്കിലെത്തിയ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അവരെന്താണ് തെറ്റ് ചെയ്തത്? അപ്പൊ ഇവർ ഈ ഷഫീന ബീവിയും ഒരു പറ്റം ഫോക്കസ്, അതായത് ഒരു കൂട്ടം ആൾക്കാർ ഇരുന്നു കൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും തെറ്റ് ചെയ്യാത്ത ആൾക്കാരെയൊക്കെ അപവാദം പറയുക. ഇതെന്താണ് നമ്മുടെ ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പൊ ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഇതിനൊരു നിയമമാക്കി, ഇതിനിവിടെ നിയമങ്ങളുണ്ട് എന്നിരുന്നാലും ഇതിന് ലൂപ്പ് ഹോൾസ്, നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് ലൂപ്പ് ഹോൾസ് ആണല്ലോ. ഇതിനൊരു അവസാനം ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഈ നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് ഇവിടെ വിളിച്ചത്. ബാക്കി കുറച്ച് കാര്യങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകയും പൊതുപ്രവർത്തകയുമായ പൂജ പറയും. എന്റെ പേര് പൂജ മഹേശ്വർ. ആക്ച്വലി ഒരു പ്രത്യേക വ്യക്തിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു, സ്ഥിരമായി വ്യക്തിഹത്യ നടത്തുന്നു എന്ന് എന്നെ കുറച്ചു പേര് വിളിച്ചു പറഞ്ഞതിന്റെ സാഹചര്യത്തിലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ്സ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് ഒരു ജാനുവരി മുതൽ ഞാൻ ഇത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഇത് നോക്കിക്കഴിഞ്ഞപ്പോ ഒത്തിരി ഞാൻ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വീഡിയോസിൽ ഞാൻ കണ്ടത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, ഡിവോഴ്സ് ആയവർ, അതല്ലെങ്കിൽ സിംഗിൾ മദേഴ്സ്, ഡിവോഴ്സ് ആയവര്, കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവര്, ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെയാണ് ഇവരുടെ ടാർഗറ്റ്, മെയിൻ ടാർഗറ്റ്. അതുപോലെ കുറച്ച് സെലിബ്രിറ്റീസ്. അപ്പൊ ഇവരെയൊക്കെ എടുത്തു വെച്ച് വ്യക്തിഹത്യ ചെയ്യോ? നമുക്കൊരാളെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്കത് തരുന്നുണ്ട്. പക്ഷേ അത് ഏതറ്റം വരെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അത് നമ്മുടെ മൂക്കിൻ തുമ്പ് വരെ എന്ന് പറയുന്നത് പോലെ ഇതേപോലെ ഒരു നിയമമുണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മുടേത് മാത്രമാക്കി സംരക്ഷിച്ചു വെക്കാനുള്ള ഒരു അധികാരം കൂടി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. നിയമത്തിന് മുമ്പിൽ നമുക്ക് ഇക്വാലിറ്റി തരുന്നുണ്ട്. സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർക്കെങ്കിലും കാണുന്നെങ്കിൽ ഇതെടുത്ത് നോക്കാം. ഇതിനകത്ത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, ഇത് മൂന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കാം. എന്തുകൊണ്ട് എനിക്ക് ഒരാളിനെ വിമർശിക്കാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ അവനവന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരാളിനെ വ്യക്തിഹത്യ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മാനാഭിമാനമുണ്ടെന്ന് എന്തുകൊണ്ട് ഈ യൂട്യൂബേഴ്സ് ചിന്തിക്കുന്നില്ല? എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ചിലപ്പോ ഞാൻ ഒരു മാധ്യമത്തിന് മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാനും മാധ്യമത്തിന് മുമ്പിൽ വരാനും താല്പര്യമുള്ള ആളായിരിക്കാം. പക്ഷെ എന്റെ വീട്ടുകാർ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവര് മാധ്യമത്തിന് മുമ്പിൽ വരാതെ അവര് വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടേതായ ഫ്രീഡം അനുഭവിച്ച് ജീവിക്കുന്നവരായിരിക്കാം. അതിനുള്ള അധികാരം നമുക്കുണ്ടെന്നിരിക്കെ അവരെ കൂടെ വലിച്ചഴച്ച്, ആക്ച്വലി ഞാൻ വ്യക്തിമല്ല, ഞാൻ സംസാരിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന വീട്ടുകാരെ, നമ്മുടെ പാരന്റ്സിനെ, മൈനർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തിട്ടിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാണ് ഈ യൂട്യൂബേഴ്സ് സംസാരിക്കുന്നത്. ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു 36 ചാനലുകളുടെ പേരും ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാരിക ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ടെന്നും ഇതാണ് ഷഫീന ബീവിയുടെ കുറെ വീഡിയോസ്, ഇത്
അവർക്കെതിരെ ഒരു 62ഓളം സ്ത്രീകൾ ചേർന്ന് നൽകിയിട്ടുള്ള പരാതിയുടെ ഒരു ഇതാണ്, FIR ഇട്ടതിന്റെ ഒരു റെസീപ്റ്റ് ആണിത്, ഒരു അക്നോളജ്മെന്റ് ആണിത്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഷഫീന ബീവി എന്നൊരു സ്ത്രീക്കെതിരെ ഉണ്ട്. അപ്പൊ ഇവരൊരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട് എന്ന് ശാരിക അറിയിക്കുകയും അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർ അവകാശപ്പെടുന്നത് സാറ്റലൈറ്റ് മാധ്യമങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് പോലെ മാധ്യമ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷഫീന ബീവി എന്നൊരു വ്യക്തി, എനിക്ക് അവരുമായിട്ട് യാതൊരു പരിചയവുമില്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്, എന്റെ തൊഴിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എങ്ങനെയാണ് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പേരിൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ ആവശ്യം, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ ഒരു ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, സൈബർ ലോസ് ഉണ്ട്, സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ട്. ഈ സുപ്രീം കോർട്ട് ഓർഡർ അനുസരിച്ചിട്ട് പക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളും സൈബർ സെല്ലുകളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെതിരെയാണ് നമ്മളൊരു നിയമം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇന്ന് മുതൽ ഞങ്ങൾ ഈ ഒരു മൂവ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അടുത്തപടിയായിട്ട് നമ്മൾ നിവേദനം സമർപ്പിക്കുകയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നിട്ടും നടപടി ആയിട്ടില്ലെങ്കിൽ സമര പരിപാടികളെ കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു നിയമം ശക്തമായിട്ട് പ്രാബല്യത്തിൽ വരണം. എല്ലാ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ, നിങ്ങളെ അറിയാം, ഇവിടെ പ്രധാനമന്ത്രി എന്നില്ല, മുഖ്യമന്ത്രി എന്നില്ല, നമ്മുടെ പത്മശ്രീ കിട്ടിയ സ്റ്റാർസ് എന്നില്ല, ആരുമില്ല. എല്ലാവരെയും വലിച്ചു കയറുകയാണ്. പുരുഷന്മാരെന്നില്ല, സ്ത്രീകളെന്നില്ല, കൊച്ചുകുട്ടികളെന്നില്ല. അപ്പൊ ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ളതല്ല. പച്ചയായ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനെതിരെ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ ഇന്ന് മുതൽ മുമ്പോട്ട് പോവുകയാണ്. ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമര നടപടികളുമായിട്ട് ഞങ്ങൾ നീങ്ങും. അപ്പൊ ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഇവരുടെ യൂട്യൂബേഴ്സിന്റെ ആക്രമണത്തിനിരയായിട്ടുള്ള 2 വിക്ടിംസ് ആണ് ഇവർ ഇരിക്കുന്നത്. അവർക്കുണ്ടായ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടുതലായിട്ട് എത്രമാത്രം ഹറാസ്മെന്റ് ആണ് അനുഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വിക്ടിംസ് സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.